വാലേക്കും അസ്സലാം. എന്തെല്ലാം സുഖം തന്നെയല്ലേ? നിങ്ങൾ വീഡിയോ ഇങ്ങനെ കാണലുണ്ടേ. ഇപ്പോൾ എൻ്റെ ഒരു വണ്ടിയുണ്ട് പഴയത്. അത് 2005 വണ്ടി. അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ പട്ടാളക്കാരന് കൊടുക്കുന്നവരെ ഞാൻ കണ്ടില്ല. അത് നിങ്ങൾ സ്വന്തം വണ്ടി വിറ്റതാ അറിയാം. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നുണ്ടല്ലോ. ഹലോ ചെങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദുബായിലുള്ള നമ്മളെ സുഹൃത്ത് വഴി സ്ഥിരമായി നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരു കാസർഗോഡാണ് കണ്ണൂരാണ് ഇക്കയുടെ വീട്. ഇക്കാക്ക് വേണ്ടിയിട്ട് ഇക്കയുടെ കയ്യിൽ 2006 ഒരു പഴയൊരു ഇന്നോവ ഉണ്ടായിരുന്നു, കേരള വണ്ടി. അത് എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോയിലുള്ളത് പോലെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് പോലെ വണ്ടി ടൈപ്പ് 4 ആക്കിയിട്ട് ആൾട്ടർ ചെയ്തിട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് ഏറ്റെടുത്തിട്ട് ഇന്നൊക്കെ ഒരു 10-20 ദിവസമായി വണ്ടി നമ്മൾ ഏറ്റെടുത്തിട്ട് ആൾട്രയിൽ ടൈപ്പ് 4 ആക്കിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളെ ഇക്കാക്ക് വണ്ടി ഞാൻ ഇവിടുന്ന് തിരിച്ച് ഡെലിവറി ചെയ്യാൻ നമ്മുടെ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തേക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ വണ്ടി പഴയ രൂപം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ പുതിയതായിട്ട് പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെങ്ങാതിമാരെ, ഇതാണ് ആ വണ്ടി. 2006 പക്ഷെ ഇപ്പൊ ഈ വണ്ടി കണ്ടാൽ 2006 ആണോ 15 ആണോ 13 ആണോ എന്നുള്ള ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത്രയധികം മാറ്റങ്ങൾ, അത്രയും അധികം പൈസയും ചെലവാക്കിയിട്ട് നമ്മൾ രംഗത്തിറക്കിയ വണ്ടിയാണിത്. 2006 കേരള വണ്ടി. ഇത് നമ്മൾ ഫുള്ളായിട്ട് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പെയിന്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്പെഷ്യലി ആയിട്ട് നമ്മൾ LED ഹെഡ്ലൈറ്റും ടൈലാമ്പുമാണ് ഫുള്ളായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്പെഷ്യലായിട്ട് ഇക്കയുടെ അഭിപ്രായ പ്രകാരം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോഗ് ലാമ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഷോപ്പിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഷോപ്പിൽ, എൻ്റെ സ്വന്തം ഷോപ്പിൽ നിന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ക്രോം വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാത്ത കാരണമാണ് കണ്ണൂരിൽ നിന്ന് ഇത്ര ദൂരം നിന്ന് ഈ കുന്നംകുളത്തേക്ക് നമ്മളെ തേടിയിട്ട് കസ്റ്റമർ വരുന്നത്. നിങ്ങൾക്ക് ഈ സൈഡൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, നമ്മൾ ഈ പെയിന്റിന്റെ മുകളിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് മുടി ചീവാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്ലിയറിലാണ് നമ്മൾ പെയിന്റ് ചെയ്തിട്ടുള്ളത്. ക്രോം വർക്ക് ഇതിന്റെ ബാക്കിലേക്ക് വന്നാലും ഈ സെറ്റിൽ വരുന്ന അതേ ക്രോം വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്കേർട്ടിങ് സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും മൊഞ്ചാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഞാനിന്ന് കണ്ണൂരത്തെ കസ്റ്റമർക്ക് കൊടുത്താക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഫ്ലോർ മാറ്റ് ഒക്കെ ചെയ്ത് അത്യാവശ്യം പാച്ച് വർക്ക് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം ഇതിനെടുത്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ. ഇന്ന് നമ്മൾ ഈ വണ്ടി ഡെലിവറി കൊടുക്കാൻ പോവാണ്. ഇതിന്റെ സീറ്റ് വർക്കൊക്കെ ഞാൻ സ്ഥിരം പറയാനുള്ള പോലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെയാണ് സീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെതായ ക്വാളിറ്റി എടുത്ത് സ്പെഷ്യലായിട്ട് അത് എടുത്ത് കാണിക്കും. ഇത് പിന്നെ നീ ഇക്ക കൊണ്ടുപോയിട്ട് ഇക്കാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ 4 ആൾ ഇക്കാട് ചോദിക്കും ഇത് എവിടുന്നാ പണിത് എന്നുള്ളത്. അത്ര ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ വണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ 2006 G4 വണ്ടി നമ്മൾ 2014 പോലെ ആക്കാൻ കാരണം ഈ നമുക്ക് ഇതിന് ടച്ച് സ്ക്രീൻ 9 ഇഞ്ച് വെച്ചതിന് ശേഷം സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിന് സ്റ്റിയറിംഗ് ആഡ് ചെയ്ത്, ഇത് വീയുടെ സ്റ്റിയറിംഗ് ആണ്. ടൊയോട്ട ഇന്നോവയിൽ വീയുടെ സ്റ്റിയറിംഗ് ആണ് ഈ വരിക. അത് ശരിക്കും പറഞ്ഞാൽ 2006 വണ്ടിക്ക് G4 വണ്ടിക്ക് സാധാരണ സ്റ്റിയറിംഗിൽ നിന്നും അതൊക്കെ മാറ്റി ഇതിന്റെ അതേ കണക്ഷൻ നമ്മൾ വണ്ടിയിലേക്കും കൊടുത്ത് എല്ലാം വർക്കിങ്ങിലാണ്. ഓൾമോസ്റ്റ് വണ്ടി കണ്ടാൽ 2014-13 പോലത്തെ 13 വീയുടെ ഒരു ലുക്കിലാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മള് വണ്ടി പുറമേ നിന്നും അകത്ത് നിന്നും കാണുമ്പോൾ 2015-14 ഷേപ്പിലാക്കിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു പ്രവാസി കസ്റ്റമർ ആണ്, വീഡിയോ മാത്രം കണ്ടിട്ടാണ് ഇത്രയും ഫണ്ട് മുടക്കിയിട്ട് വണ്ടി എന്നിൽ നിന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ തിരിച്ചു ഏൽപ്പിക്കുകയാണ് ആളും പൂർണ്ണമായിട്ട് ഹാപ്പി ആയും. ആളും ഈ മാസം വരുന്നുണ്ട്. വന്നതിന് ശേഷം നമുക്ക് ആളെ വീഡിയോ ചെയ്യാൻ ആളെ എന്താ അഭിപ്രായം എന്നുള്ളത്. ഇതേപോലെ നമ്മൾ പഴയ എല്ലാ ഇന്നോവകളും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നല്ല ഉഷാറാക്കിയിട്ട് അടിച്ചാപ്പിളാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നോവ മാത്രമല്ല ഫോർച്യൂണർ ഉണ്ട്. ഇപ്പൊ ഞാൻ ഓൾറെഡി കണ്ണൂരിലുള്ള ഒരു കസ്റ്റമർക്ക് തന്നെ ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ടൈപ്പ് 2ലേക്ക്, ടൈപ്പ് 1 വണ്ടിയാണ്, ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നല്ല അടിച്ചാപ്പൊളി ആക്കിയിട്ട് ടൈപ്പ് 4 ആക്കാനും ടൈപ്പ് 2 ആക്കാനും ആവശ്യമുള്ളവർ നല്ല വൃത്തിയിൽ വിശ്വസ്തയോട് കൂടിയിട്ട് കുന്നംകുളത്ത് അങ്ങാടിയിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ വൃത്തിയിൽ ഇതേപോലെ ചെയ്തു തരും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നത്. ബൈ ബൈ, സീ യു.